ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി അവസാന മത്സരത്തിൽ നാപ്പോളിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് തകർത്ത് കളഞ്ഞത്. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 56-ാം മിനിറ്റിൽ എർലിംഗ് ഹാളണ്ടും 65-ാമത്തെ മിനിറ്റിൽ ജെറമി ഡോക്കുവുമാണ് സിറ്റിക്കായി ലക്ഷ്യം കണ്ടത്. ആദ്യ പകുതിയിൽ സിറ്റിയോട് പൊരുതി നിന്ന ശേഷം 2ാം പകുതിയിൽ നാപ്പോളി മുട്ടുമടക്കുകയായിരുന്നു. ഇത്തവണയും സിറ്റിയുടെ രക്ഷകനായി കസറിയത് ഹാളണ്ട് തന്നെ. മത്സരത്തിൽ സിറ്റിക്കായി വലകുലുക്കിയതോടെ വമ്പനൊരു നേട്ടത്തിലെത്തിയിരിക്കുകയാണ് എർലിംഗ് ഹാളണ്ട്. ഇതിഹാസ താരങ്ങളായ ലയണൽ മെസ്സിയെയും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും കടത്തിവെട്ടുന്ന നേട്ടമാണ് ഹാളണ്ട് ഇപ്പോൾ സ്വന്തമാക്കിയത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ വേഗത്തിൽ 50 ഗോളെന്ന നേട്ടത്തിലേക്ക് എത്തുന്ന താരമെന്ന റെക്കോർഡാണ് ഹാളണ്ട് സ്വന്തം പേരിലാക്കിയത്. തന്റെ 49ാമത്തെ മത്സരത്തിലൂടെയാണ് ഹാളണ്ട് ഈ നേട്ടം കൈവരിക്കുന്നത്. മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റയൽ മാഡ്രിഡ് താരം റൂഡ് വാൻ നിസ്റ്റൽറോയുടെ പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ് ഹാളണ്ട് തകർത്ത് കളഞ്ഞത്. 62 മത്സരങ്ങളിൽ നിന്നാണ് നിസ്റ്റൽറോയി ഈ നേട്ടം സ്വന്തമാക്കിയത്. അതേസമയം ലയണൽ മെസ്സിക്ക് 66 മത്സരങ്ങളാണ് ഈ നാഴികക്കല്ല് പിന്നിടാൻ വേണ്ടി വന്നത്. ബാഴ്സലോണ, PSG ടീമുകൾക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് കളിച്ച മെസ്സി നിലവിൽ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിക്കൊപ്പമാണ്. റോബർട്ട് ലെവൻഡോസ്കിയാണ് ഈ പട്ടികയിലെ 4ാമൻ. 77 മത്സരങ്ങളിൽ നിന്നാണ് ലെവൻഡോസ്കി 50 ഗോൾ അക്കൗണ്ടിൽ ചേർത്തത്. ആധുനിക ഫുട്ബോളിലെ യുവ സൂപ്പർ താരമായ കിലിയൻ എംബാപ്പെ 79 മത്സരങ്ങളിൽ നിന്നാണ് 50 ഗോൾ നേടിയത്. മൊണോക്കോ, PSG താരമായിരുന്ന എംബാപ്പെ നിലവിൽ റയൽ മാഡ്രിഡിനൊപ്പമാണ്. ചാമ്പ്യൻസ് ലീഗിലെ വേഗത്തിലുള്ള 30-40 ഗോളെന്ന റെക്കോർഡും മിന്നും ഫോമിലുള്ള ഹാളണ്ടിന്റെ പേരിൽ തന്നെയാണ്. നിലവിൽ ചാമ്പ്യൻസ് ലീഗിലെ ഓവർ ടൈം ഗോൾ സ്കോറർമാരുടെ പട്ടികയിൽ 11ാം സ്ഥാനത്താണ് ഹാളണ്ട് ഉള്ളത്. 141 ഗോളുകൾ നേടിയ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഈ റെക്കോർഡിൽ തലപ്പത്തുള്ളത്. 25-കാരനായ ഹാളണ്ടിന് മുന്നിൽ വലിയ കരിയർ ഇനിയും ബാക്കിയുണ്ട്. വിരമിക്കുമ്പോഴേക്കും ചാമ്പ്യൻസ് ലീഗിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനെന്ന റൊണാൾഡോയുടെ റെക്കോർഡ് തന്റെ പേരിലേക്ക് മാറ്റാൻ ഹാളണ്ടിന് സാധിക്കുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം.